ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം ഒരു പാതിരാത്രി പുലർച്ചയ്ക്ക് ആയി തുടങ്ങിയിട്ട് അപ്പോൾ സമയം. അപ്പം ഞാനിതുവരെ ഉറങ്ങിയിട്ടില്ല. ഉണ്ണിയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ റൂമിലാണ്. അത് സമയം കണ്ടില്ലേ, ക്ലോക്കിൽ 2:30 മണി. അപ്പോൾ ഈ 2:30 മണിയായിട്ട് എന്തുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ബാക്ക് പെയിൻ ആയിരുന്നു. ആക്ച്വലി 2:30 മണി ഈ ക്ലോക്കിൽ മാത്രമാണ് കേട്ടോ, ശരിക്കും 2:30 ആയിട്ടില്ല. അപ്പോൾ ശരിക്കും എത്ര മണിയായിരുന്നു ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, 1:30 കേട്ടോ ശരിക്കുള്ള സമയം. അപ്പോൾ 1:30 ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ വേറൊരാളെ കാണിച്ചു തരാം. എന്താ കണ്ട അഭിയിട്ട് എന്താ കെറ്റില് വെള്ളം ചൂടാക്കാണ്. ഞങ്ങൾ ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ അഭിയേട്ടൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കുറച്ച് വെള്ളം ഹോട്ട് ബാഗിലാക്കിയിട്ട് വരുമെന്ന് ചോദിച്ചത് കേട്ടോ. സാധാരണ അഭിയേട്ടനെ ഉറക്കത്തിൻ്റെ എണീപ്പിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ എനിക്കിങ്ങനെ എന്തെങ്കിലും വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഭിയേട്ടൻ എല്ലാം ചെയ്ത് തരും കേട്ടോ. അഭിയേട്ടൻ ഇപ്രാവശ്യം 5 മാസത്തെ ലീവിനാണ് കേട്ടോ വന്നത്. അഭിയേട്ടൻ വന്നതിന് ശേഷം ഇപ്പോൾ എൻ്റെ പ്രഗ്നൻസി പീരീഡിലായാലും അതേപോലെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തായാലും എനിക്കാണെങ്കിൽ വയ്യാത്ത ഒരു സമയമായിരുന്നല്ലോ. ആ സമയത്തൊക്കെ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ ഇപ്പോൾ വരെ. ഇനിയിപ്പോൾ ഇതാ അഭിയേട്ടൻ പോവാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് ഞങ്ങൾ. അഭിയേട്ടൻ ഷിപ്പിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷിപ്പിൽ അങ്ങോട്ട് 6 മാസം ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ 2 മാസം ലീവ് അങ്ങനെയൊക്കെയാണ് കേട്ടോ കിട്ടാറ്. പക്ഷെ ഇപ്രാവശ്യം എക്സ്ട്രാ ലീവ് എടുത്തത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം 8 മാസമാണ് കേട്ടോ അവിടെ ഷിപ്പിലുള്ളത്. അപ്പോൾ അത് 8 മാസം കഴിഞ്ഞിട്ടാണ് ഇനി അഭിയേട്ടൻ വരാം. ഞങ്ങൾ മിണ്ടിയ ഫുൾ ടൈം തലോട്ടാണെങ്കിൽ ഞങ്ങൾക്ക് കാണാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അഭിയേട്ടൻ പോകുമ്പോൾ ഞാൻ എന്തോരം കരയുന്നത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ അഭിയേട്ടൻ ഇങ്ങനെ എനിക്ക് ഇതൊക്കെ ചെയ്തു തരുന്ന കാണുമ്പോൾ എനിക്കതൊരു വീഡിയോ എടുക്കാൻ തോന്നിയിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ചൂടാക്കി അപ്പോൾ ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് പോകാൻ കേട്ടോ. ഓക്കെ, ബൈ.